അതിനിടയിൽ UDF ആരും അറിയാതെ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേട്ടോ. ഇവിടെ മൈക്കുണ്ടായിരുന്നു. ഇന്ന് UDF യോഗം ചേർന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. കേരള രാഷ്ട്രീയം UDFന് അനുകൂലമായി മാറുന്നു എന്നുള്ള വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിനുള്ളത്. വിശ്വാസം അതാണല്ലോ എല്ലാം. ആട്ടെ, ഇങ്ങനെ വിലയിരുത്താൻ എന്താണാവോ കാരണം? UDFിലേക്ക് പുതുതായി ധാരാളം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് കക്ഷികളാക്കാൻ വേണ്ടി. അതിൽ ജനതാദൾ സെക്കുലറിൽ നേരത്തെ ഉണ്ടായിരുന്ന ശ്രീ വീരേന്ദ്രകുമാറിനോടൊപ്പം വീരേന്ദ്രകുമാർ പോയപ്പോൾ UDFിൽ നിലനിന്ന അവരെ UDFിലേക്ക് ഘടകകക്ഷിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേക ക്ഷണിതാവായി വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്ര മതി. ജോണിനെയും സംഘത്തെയും അല്ലേ? ജനതാദൾ ജോൺ വിഭാഗത്തെ പ്രത്യേക ക്ഷണിതാവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവൈറ്റിയായി വീരേന്ദ്രകുമാറിനോടൊപ്പം പോകാത്ത പ്രവർത്തകരെ ജനതാദൾ വിഭാഗത്തെ UDFിലെ പ്രത്യേക ക്ഷണിതാവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിച്ചു പറഞ്ഞേക്ക്. ജനതാദളിൻ്റെ കഷ്ണമാണ്. ഘടകകക്ഷി എന്ന് കേട്ടാൽ നാളെ വന്ന് സീറ്റ് ചോദിക്കും. കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ നേരെ പോയി LDFിൽ ചേരും. അതിനൊന്നും നിൽക്കണ്ട. അതുപോലെ ധാരാളം അപേക്ഷകൾ UDFിന് ലഭിച്ചിട്ടുണ്ട്. കാമരാജ് കോൺഗ്രസ്, അതുപോലെ തന്നെ INL ഡെമോക്രാറ്റിക്, INLനെ തെറ്റിപ്പിരിഞ്ഞ വിഭാഗം, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി SRP, അതുപോലെ തന്നെ JSS, രാജൻ ബാബു നേതൃത്വം കൊടുക്കുന്ന JSS എന്ന് വെച്ചാൽ ഗൗരി അമ്മയോട് തെറ്റിപ്പിരിഞ്ഞവർ. അങ്ങനെ തെറ്റിപ്പിരിഞ്ഞവർ വേറെയുമുണ്ടോ? പിന്നെ ജാനുവുമായി തെറ്റിപ്പിരിഞ്ഞൊരു വിഭാഗമുണ്ട്, അവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വീട്ടിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പിരിഞ്ഞാൽ നേരെ പോയി UDFിൽ ഘടകകക്ഷിയാവും. അപ്പോൾ അവരുമായി ചർച്ച നടത്താൻ വേണ്ടി UDF കൺവീനർ ശ്രീ ബെന്നി ബെഹനാൻ കൺവീനറായി ഒരു സമിതിയെ ചുമതലപ്പെടുത്തി. ആ സമിതിയിലെ അംഗങ്ങൾ ഡോക്ടർ MK മുനീർ, ശ്രീ ജോയി, കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോയി എബ്രഹാം, ശ്രീ NK പ്രേമേന്ദ്രൻ, ജോണി നല്ലു എന്നീ ഈ സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി എത്രയും പെട്ടെന്ന് സബ് കമ്മിറ്റി അവരുമായി ചർച്ച നടത്തി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. അല്ല, PC ജോർജിൻ്റെ കത്ത് ചർച്ച ചെയ്തില്ലേ? PC UDFിലേക്ക് വരുന്നു എന്ന് കേട്ടായിരുന്നല്ലോ. PC ജോർജിൻ്റെ കത്ത് കോൺഗ്രസുമായി സഹകരിക്കാൻ താല്പര്യമുണ്ട്, അത് ചർച്ച ചെയ്യണം, സമയം നൽകണം എന്നുള്ളതാണ്. അത് UDFിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കോൺഗ്രസുമായിട്ട് സഹകരിക്കാനാണെങ്കിൽ അത് KPCCയുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം ഇവിടെ ചർച്ചയ്ക്ക് വന്നില്ല. കത്ത് അതായിരുന്നത് കൊണ്ട് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണോ? PC കോൺഗ്രസിലേക്കാണോ? കത്തിൽ അങ്ങനെയാണോ? കേരള ജനപക്ഷം അവസാനത്തെ വായിച്ചു. അതെ, അത് ആദ്യത്തെ ഇത് തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചെന്നുള്ളതാണ്. ഈ അവസരത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കേരള ജനപക്ഷത്തിൻ്റെ താല്പര്യം ചെയർമാൻ നില ഔദ്യോഗികമായി അങ്ങേ അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്നതാണ്. അത് എന്തിട്ടോ കൂട്ടണോ? പ്രതിപക്ഷ നേതാവിന് എന്ത് തോന്നുന്നു? PCയെ കൂട്ടണോ? അല്ല, എൻ്റെ തോന്നലല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ UDFിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കത്ത് ഇവിടെ ചർച്ച ചെയ്തില്ല. കാരണം ആ കത്തിനകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ശക്തിപ്പെടുത്താൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസുമായി സഹകരിക്കണമെന്നാണ് ജനപക്ഷം ആവശ്യപ്പെടുന്നത്. ആ ആവശ്യം തീരുമാനിക്കേണ്ടത് UDF യോഗത്തിലോ UDF ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനും അല്ല. അത് തീരുമാനിക്കേണ്ടത് KPCC പ്രസിഡന്റും KPCC. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ തടുക്കാനാവില്ലല്ലോ. വിധിയെയും PC ജോർജിനെയും തടുക്കാനാവില്ല എന്നല്ലേ? ഏതായാലും രാഹുലിനെയും കോൺഗ്രസിനെയും ദൈവം കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്മാറുന്നു. നന്ദി, നമസ്കാരം.